ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് കാർഡ്ബോർഡ് വെച്ചൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയാലോ. ആദ്യം ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഏത് ഫോട്ടോയാണോ നമുക്ക് അളവ് വേണ്ടത് ആ ഫോട്ടോയുടെ അളവിനെ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു കാർഡ്ബോർഡ് കഷ്ണം കൂടെ എടുക്കാം. എന്നിട്ട് ഇതിനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഈ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മളുണ്ടാക്കിയ ആ ഫ്രെയിമിൻ്റെ പുറകു വശത്തായിട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച പശ ഫെവി ബോണ്ടിൻ്റെ ഒരു പശയാണ് കേട്ടോ. നല്ല സ്പീഡിൽ ഒട്ടാനും എന്ത് വേണമെങ്കിലും ഒട്ടിച്ച് വയ്ക്കാനും ഈ പശ കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. എന്തായാലും നല്ലൊരു പശയാണിത്. ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. വേണ്ടത് ചെറിയ ചെറിയ കാർഡ്ബോർഡ് കഷ്ണങ്ങളാണ്. അത് ചെറിയ രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ചെയ്ത് വെച്ച ഫ്രെയിം എടുക്കാം. ഈ കാണുന്ന മോഡലിൽ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. വളരെ ഈസിയിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രെയിമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇതേ രീതിയിൽ എല്ലാം ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് കളർ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ ആദ്യം ഒരു റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. റെഡ് കളർ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം.
ഒന്നിടവിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മളിപ്പോൾ റെഡ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളർ അടിക്കാത്ത എല്ലായിടത്തും ഗോൾഡൻ കളർ കൂടെ അടിച്ചു കൊടുക്കാം. ഒന്നിടവിട്ട ഭാഗങ്ങളിലെല്ലാം ഗോൾഡൻ കളറും കൂടെ അടിച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. ഫോട്ടോ ഫ്രെയിം ഏകദേശം പൂർത്തിയായി. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ ഫോട്ടോ പുറകുവശത്തൂടെ നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഫോട്ടോ ഫ്രെയിം പൂർത്തിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുറകുവശത്ത് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു നൂലും കൂടെ നമുക്കിതിൻ്റെ പുറകുവശത്തായിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിനായി ഞാൻ ഈ നൂലാണ് എടുക്കുന്നത്. 2 മുര അളവിന് ഏകദേശം ഒരു തുല്യ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി ഒരു സെല്ലോ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ പുറകുവശത്തൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഫോട്ടോ ഫ്രെയിം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.